ഫ്രണ്ട്സേ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചോ? ഞങ്ങളിവിടെ പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഞങ്ങൾ ഈ വർഷം വീട്ടിലെ കിച്ചൺ ഒന്ന് റിനോവേറ്റ് ചെയ്താലോ എന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ ഇന്ന് ഓബി എന്ന് പറഞ്ഞ ഷോപ്പിൽ ഞങ്ങൾക്ക് കിച്ചൺ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 2-3 കടകളിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ചില കടകളിൽ എങ്ങനെയാണെന്നോ, അവിടുന്ന് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കിച്ചൻ്റെ മെഷർമെൻറ്റൊക്കെ എടുത്ത് നമ്മുടെ ആവശ്യാനുസരണം അവർ കിച്ചൺ പ്ലാൻ ചെയ്ത് തരും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മുടെ കിച്ചൻ്റെ മെഷർമെൻറ്റുമായിട്ട് നമ്മൾ ഇവിടെ വന്ന് വേണം കിച്ചൺ പ്ലാൻ ചെയ്യാൻ. ഇത് കണ്ടോ, പല ടൈപ്പിലുള്ള കിച്ചൺ കൗണ്ടർ ടോപ്പുകളുടെ മോഡലുകളാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർബിൾ, ഗ്രാനൈറ്റ്, വുഡ്, ലാമിനേറ്റ്, സ്റ്റീല് ഏത് വേണമെന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ പല വെറൈറ്റിയിലുള്ള കിച്ചൺ കബോർഡ്സും ഉണ്ട്. സ്മൂത്ത് ഫിനിഷ്, മാറ്റ് ഫിനിഷ്, ആൻറ്റിക് മോഡൽ, അങ്ങനെ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് കിച്ചൻ്റെ വിലയിൽ വ്യത്യാസം വരുമെന്ന് മാത്രം. സ്വർണ്ണ കളറിലുള്ള ടാപ്പ് വരെ ഉണ്ട് ഇവിടെ. നമ്മൾ ഇന്ത്യക്കാർ പുതിയ കിച്ചൺ വെക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് പാത്രം കഴുകുന്ന സിങ്ക്. നമ്മളിപ്പോൾ ജർമ്മൻകാരുടെ വീട്ടിൽ പോയാൽ അവരുടെ കിച്ചണിൽ ഏറ്റവും ചെറിയ സിങ്ക് ആയിരിക്കും. കാരണം അവർ ഈ സിങ്ക് അധികം യൂസ് ചെയ്യാറില്ല, ഡിഷ് വാഷറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഡിഷ് വാഷറൊക്കെ യൂസ് ചെയ്യുമെങ്കിലും നമ്മുടെ ഈ പ്രഷർ കുക്കറൊക്കെ കഴുകണമെങ്കിലുണ്ടല്ലോ, ഏറ്റവും വലിയ സിങ്ക് തന്നെ നമുക്ക് വേണം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പല മോഡൽ കിച്ചണുകളും കണ്ടിട്ട് നമുക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്തു. ഇതൊരു പുതിയ മോഡൽ ഇലക്ട്രിക് സ്റ്റൗ ആണേ. ഇതിൻ്റെ നടുക്ക് കാണുന്നത് അതിൻ്റെ എക്സോസ്റ്റ് ആണ്. ഇതിന് സെപ്പറേറ്റ് എക്സോസ്റ്റ് ഫാനിൻ്റെ ആവശ്യമില്ല. ഇതും അതുപോലെ ഒരു ഇലക്ട്രിക് സ്റ്റൗ ആണേ. കണ്ടാൽ ഇത് വെറും ഒരു ഗ്ലാസ് ആണെന്നല്ലേ പറയൂ. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ കിച്ചൺ പ്ലാൻ ചെയ്ത് തന്നു. എല്ലാം കഴിഞ്ഞ് കിച്ചൻ്റെ വില കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി. ഗ്രാനൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതില്ലാതെ തന്നെ 18,000 യൂറോ ആണ് അവർ പറഞ്ഞ വില. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയോ അവിടുന്ന് തലയൂരി.